സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചൂട് കൂടിയതോടെ ആശങ്ക ഉയർത്തി പകർച്ചവ്യാധികൾ പടരുന്നു. ചിക്കൻ പോക്സ്, ചെങ്കണ്ണ, ചർമ്മ ജലജന്യ രോഗങ്ങൾ തുടങ്ങിയവയാണ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നത്. കാസർഗോഡ് ചെർക്കളയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ അബ്ദുള്ളയുടെ വീട് ആക്രമിച്ച് നശിപ്പിച്ച സംഭവം അത്യന്തം ഗൗരവകരവും അപലപനീയവുമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ. മോരും വെള്ളം വിറ്റ് സ്കൂൾ അവധിക്കാലം ആസ്വദിച്ച 7ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സൂഫിയാൻ. വേനൽ കടുത്തതോടെ ദാഹിച്ചു വലഞ്ഞെത്തുന്നവർക്ക് ദാഹമകറ്റാൻ ബളാംതോട് പെട്രോൾ പമ്പിന് സമീപമാണ് 7ാം ക്ലാസ്സുകാരന്റെ മോരും വെള്ളം വിൽപ്പന. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു. INTUC ജില്ലാ നേതൃത്വ സംഗമം നടന്നു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിലായിരുന്നു നേതൃത്വ സംഗമം നടന്നത്. സംഘഗ്രാമം അരയി കബഡി ഫെസ്റ്റ് 2026 അരയി കാർത്തികയിൽ വെച്ച് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന കൗൺസിൽ അംഗം കൊവൽ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. മടിയൻകൂലവും നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 5ാം ദിവസം വിവിധ പരിപാടികൾ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിനത്തിലും മടിയൻകുലം ക്ഷേത്രപാലകൻ ഈശ്വര ക്ഷേത്രത്തിലെത്തുന്നത്. വാർത്തകൾ വിശദമായി. ചൂട് കൂടിയതോടെ ആശങ്ക ഉയർത്തി പകർച്ചവ്യാധികൾ പടരുന്നു. ചിക്കൻ പോക്സ്, ചെങ്കണ്ണ, ചർമ്മ ജലജന്യ രോഗങ്ങൾ തുടങ്ങിയവയാണ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ചൂട് വർദ്ധിച്ചതോടെ നാടെങ്ങും പലവിധ രോഗങ്ങളും എത്തിത്തുടങ്ങി. ചിക്കൻ പോക്സ്, ചെങ്കണ്ണ്, സൂര്യാഘാതം, ചർമ്മ ജലജന്യ രോഗങ്ങൾ തുടങ്ങിയവ വേനൽ ചൂടിനൊപ്പം പടരാനിടയുണ്ടെന്നും കരുതിയിരിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നു. വെള്ളത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തം, വയറ്റിളക്കം പോലെയുള്ള രോഗങ്ങൾ തീരപ്രദേശത്ത് കാലഭേദമില്ലാതെ പടരാനുള്ള സാധ്യതകളുള്ളതിനാൽ ആരോഗ്യ പ്രവർത്തകരുടെ നിരന്തരം നിരീക്ഷണം ഈ പ്രദേശങ്ങളിലുണ്ട്. നൂറുകണക്കിന് പേർ ഒത്തുകൂടുന്ന ഉത്സവങ്ങളും പെരുന്നാളുകളും ഉറൂസുകളും നാടുനീളെ നടന്നുകൊണ്ടിരിക്കെ ആരോഗ്യ പ്രവർത്തകർ ഇവിടങ്ങളിൽ ബോധവൽക്കരണ സന്ദേശങ്ങളുമായി എത്തുന്നുണ്ട്. ഇത്തരം രോഗങ്ങൾ പടരാതിരിക്കുവാനുള്ള പരിശോധനകൾ കർശനമാക്കിയും മുൻകരുതൽ നിർദ്ദേശങ്ങൾ ഉച്ചഭാഷിണിയിലൂടെ അറിയിച്ചും ആരോഗ്യ പ്രവർത്തകർ പരമാവധി സമൂഹത്തിന് കാവലാളാകുന്നുണ്ട്. ഒരു പ്രദേശത്ത് 5ലധികം പേർക്ക് ഒരേ രോഗങ്ങൾ കണ്ടെത്തിയാൽ അവിടം പ്രത്യേകം ശ്രദ്ധിക്കുകയും പടരാതിരിക്കുവാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നിർജ്ജലീകരണം, സൂര്യാഘാതം, ഛർദി, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ചെങ്കണ്ണ്, ചിക്കൻ പോക്സ്, പലതരം ചർമ്മരോഗങ്ങൾ തുടങ്ങിയവയാണ് വേനൽക്കാലത്ത് വ്യാപകമായി കണ്ടുവരുന്ന രോഗങ്ങൾ. ശരീരത്തിൽ നിന്നും അമിതമായി ജലാംശം നഷ്ടപ്പെടുന്നതാണ് നിർജ്ജലീകരണം. ഇതുമൂലം തലവേദന, അമിതമായ ക്ഷീണം, ബോധക്ഷയം തുടങ്ങിയവ ഉണ്ടാകാം. 11 മണിക്കും 3 മണിക്കും ഇടയിൽ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കുന്നത് സൂര്യാഘാതത്തിന് കാരണമാകാം. ചെങ്കണ്ണ്, ചിക്കൻ പോക്സ് എന്നിവ അതിവേഗം പടരുന്നത് ചൂടുകാലത്തിൻ്റെ പ്രത്യേകതയാണ്. മലിനജലം കുടിക്കുന്നതും വൃത്തിഹീനമായതും പഴകിയതുമായ ഭക്ഷണം കഴിക്കുന്നതും ഛർദി, വയറിളക്കം, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ പിടിപെടുന്നതിന് കാരണമാകും. വിയർപ്പുകുരു, ശരീരഭാഗങ്ങളിൽ പൂപ്പൽ ബാധ, ചൊറിച്ചിൽ തുടങ്ങിയ ചർമ്മരോഗങ്ങളും ചൂടുകാലത്ത് വ്യാപകമാകുന്നുണ്ട്. രോഗങ്ങൾ പിടിപെടാതിരിക്കുവാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിനായി 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കുവാൻ ശ്രദ്ധിക്കുക തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചെർക്കളയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ അബ്ദുള്ളയുടെ വീട് ആക്രമിച്ച് നശിപ്പിച്ച സംഭവം അത്യന്തം ഗൗരവകരവും അപലപനീയവുമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ പറഞ്ഞു. സമൂഹത്തിൽ സമാധാനവും സൗഹൃദവും നിലനിൽക്കേണ്ട സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും കല്ലട്ര മാഹിൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഒരു കുടുംബത്തിന്റെ സുരക്ഷയും സ്വത്തും അപകടപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ക്രൂര പ്രവൃത്തി നിയമവിരുദ്ധവും മനുഷ്യാവകാശ ലംഘനവുമാണെന്നും സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെ വേഗത്തിൽ കണ്ടെത്തി കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും കല്ലട്ര മാഹിൻ ആവശ്യപ്പെട്ടു. ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഭാഗമാണോ എന്ന് വ്യക്തമായി അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇത്തരം ആക്രമണം നടത്തുമ്പോൾ വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന മാനസിക പ്രയാസം കൂടി കണക്കിലെടുക്കണം. പ്രദേശത്ത് സമാധാനം നിലനിർത്താൻ എല്ലാവരും സഹകരിക്കണമെന്നും
ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസമാണ് ചെർക്കളയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായ അബ്ദുള്ളയുടെ വീടിന് നേരെ ആക്രമണം നടന്നത്. തീയിട്ടതിനെ തുടർന്ന് വീടിന്റെ വാതിൽ, നിർത്തിയിട്ടിരുന്ന ബൈക്ക് എന്നിവ ഭാഗികമായി കത്തിനശിച്ചിരുന്നു. പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണെന്നാണ് നിഗമനം. സംഭവത്തിൽ വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മോരും വെള്ളം വിറ്റ് സ്കൂൾ അവധിക്കാലം ആസ്വദിച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സൂഫിയാൻ. വേനൽ കടുത്തതോടെ ദാഹിച്ചു വലഞ്ഞെത്തുന്നവർക്ക് ദാഹമകറ്റാൻ ബളാന്തോട പെട്രോൾ പമ്പിന് സമീപമാണ് 7ാം ക്ലാസ്സുകാരന്റെ മോരും വെള്ളം വിൽപ്പന. മാങ്ങ പറിച്ചും കളിച്ചും കലാപരവും കായികപരവുമായ ക്ലാസുകൾ സ്വായത്തമാക്കിയും കുട്ടികൾ വേനലവധിയിൽ ഉല്ലസിക്കുമ്പോൾ 7ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് സൂഫിയാൻ വേനൽക്കാലത്ത് ദാഹിച്ചെത്തുന്നവർക്ക് മോരും വെള്ളം വിൽപ്പനയുമായി സജീവമാണ്. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിൽ ബളാംതോട് പെട്രോൾ പമ്പിന് സമീപമാണ് മോരും വെള്ളം വിൽപ്പന. എന്റെ ചേച്ചിയാണ് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കണ്ട പറഞ്ഞിട്ട് ബൈക്ക് പോയിട്ട് മോരും വെള്ളം വിറ്റോ പറഞ്ഞേ. ഫോൺ നോക്കി കളിക്കണ്ട പറഞ്ഞേ. ചേച്ചിയാണ് പറഞ്ഞത് മോരും വെള്ളം വിറ്റോന്ന്. അപ്പൊ ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് വിൽക്കണേ. ഇപ്പൊ ആരൊക്കെ സഹായിക്കാനുള്ളത്? ഇപ്പൊ സഹായിക്കാൻ ഓനും വന്ന് ഓനും വന്നു. പേര് ഓന്റെ പേര് അമ്പാൻ, ഓന്റെ പേര് സുഫിയാൻ. അപ്പൊ എത്രാം ക്ലാസ് പഠിക്കുന്നേ? ഞാനോന് 7, സുഫിയാന് ഞാനും 7, ഓന് 6. ഇപ്പൊ ഇത് ഈ എത്ര മോരിന്? മോരിന് 1-ന് 20. എങ്ങനെയുണ്ട്? കച്ചവടം ഉണ്ടോ? കച്ചവടമൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ? വേനൽക്കാലത്ത് റോഡിൽ പോകുന്നവര് ചിലവർ നിർത്തും. നമുക്ക് സഹായി, അവർക്ക് സഹായി. അവരെ ദാഹമൊക്കെ മാറും, നമ്മളെ കച്ചവടം നടക്കും. സൂഫിയാന്റെ ഉമ്മ എം അനീസയാണ് മോരും വെള്ളം ഉണ്ടാക്കി നൽകുന്നത്. ഒരു ദിവസം 700 രൂപയോളം വരുമാനം ഉണ്ടാകുന്നുവെന്ന് സൂഫിയാൻ പറയുന്നു. കുഴപ്പമില്ല. ഇതാരാ മോരൊക്കെ ഉണ്ടാക്കി തരുന്നത്? അമ്മമാർ. ഏകദേശം എത്ര ലിറ്റർ വരെ വിൽക്കും? 5-10 തൊട്ട തൈര്. ആരെ സഹായിക്കണ്ടേ? നമ്മ വെറുതെ വേനൽക്കാലായിക്കൊണ്ട് നമ്മൾ വന്ന് ഇവിടെ വിൽക്കാൻ വാങ്ങി. അപ്പൊ പോകുന്ന വഴിയാത്രക്കാർക്കെല്ലാം നമ്മ കൊടുക്കും. പിന്നെ നമുക്ക് കുറച്ച് സഹായമാവും, അവർക്കും സഹായവും. മോരും വെള്ളം വിറ്റ് കിട്ടുന്ന കാശ് ഉമ്മായിക്ക് കൊണ്ടുകൊടുക്കും. സഹോദരങ്ങളായ സിയാദ്, ഫാത്തിമ, നജ്ല എന്നിവരും സഹായത്തിന് ഒപ്പമുണ്ട്. മുഹമ്മദ് സൂഫിയാന്റെ രുചിയേറിയ മോരും വെള്ളം വഴിയാത്രക്കാർക്ക് ഇപ്പോൾ സുപരിചിതമാണ്. രാജേഷ് ഓട്ടമല, ന്യൂസ് ബ്യൂറോ, ബളാന്തോട്. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നും പ്രസവ ആനുകൂല്യം കുടിശ്ശിക 13,000 രൂപ ഉടൻ അനുവദിക്കണമെന്നും കാഞ്ഞങ്ങാട് നീലേശ്വരം ആകാശപാത എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നും അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ആലാമിപ്പള്ളി നഗരസഭ മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി എസ് സതികുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസ്ഥാനങ്ങളും ഉണ്ടാകാത്തത് കൊണ്ടല്ല, പക്ഷെ ഇവരെല്ലാം ഉണ്ടായിരുന്നിട്ടും പാവപ്പെട്ട തയ്യൽക്കാരെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടൊരു ക്ഷേമനിധി ഉണ്ടാക്കി തരുന്നതിലേക്ക് വേണ്ടി ആരോരും തയ്യാറാകാതിരുന്നപ്പോൾ സ്വയം സംഘടിക്കപ്പെട്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്കും ജാതി മത ചിന്തകൾക്കും അതീതമായി വർഗബോധം ഉൾക്കൊണ്ടുകൊണ്ട് 81 അംഗമാലിയിൽ രൂപം കൊണ്ട പ്രസ്ഥാനം. ജില്ലാ പ്രസിഡന്റ് കെ കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ ജനാർദ്ദനൻ സംഘടനാ റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി കെ വി രാമചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ കെ ലത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കെ വി കുഞ്ഞിരാമൻ, കെ കെ രജികുമാർ, ടി ടി ഗീത, കെ വി കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. കെ ശശിധരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. INTUC ജില്ലാ നേതൃത്വ സംഗമം നടന്നു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിലായിരുന്നു പരിപാടി നടന്നത്. അധികാര കൊതിയോടെ നടക്കുന്ന യുദ്ധം ലോകത്താകമാനമുള്ള തൊഴിലാളികളുടെ ജീവിതത്തിൽ ഭീകരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും
ലോകത്താകമാനം തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കപ്പെടുന്നുവെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ നടന്ന കാസർഗോഡ് ജില്ലാ INTUC നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ 2 ഗവൺമെൻറ്റുകളാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് നമുക്ക് ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു പുതിയ അനുഭവം സംഭാവന ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ മാറ്റുക ആവശ്യമുള്ള ചോദിച്ചു വെള്ളം ഇരിക്കൊണ്ടെന്ന് കാണിച്ചാൽ അത് മാറ്റും. ആ ഫോട്ടോയിലല്ലേ ഈ കുപ്പി പറഞ്ഞ കാര്യമില്ല, മറ്റേ കുപ്പി അപ്പം അതുകൊണ്ട് നമ്മുടെ പാർട്ടി തിരിച്ച് അധികാരത്തിൽ വരിക എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ളതാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരണം വേണ്ടേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ ആളുകളുടെ വോട്ട് കിട്ടണം. പൈസ കേൾക്കുന്നുണ്ടോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ പ്രായപൂർത്തിയായ ആളുകളുടെ വോട്ട് കിട്ടണം. എല്ലാവരും ഈ വരുന്ന മെയ് ദിനം കേരളത്തിലുടനീളം INTUC യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കുമെന്നും യുദ്ധവിരുദ്ധ റാലികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കുമെന്നും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പരിഹാരങ്ങൾ കാണാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. INTUC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PG ദേവ് അധ്യക്ഷത വഹിച്ചു. PK ഫൈസൽ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. തോമസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. കാർത്തിക് ശശി, VV ശശീന്ദ്രൻ, ജനാർദ്ദനൻ, ഗംഗാധരൻ, കുഞ്ഞിക്കണ്ണൻ TV, CO സജി, KV രാഘവൻ, KA രാഘവൻ നായർ, ലത സതീഷ്, BC കുമാരൻ, A കുഞ്ഞമ്പു, മാധവൻ നായർ, പത്മനാഭൻ, ബിജു ജോൺ, അർജുൻ, സത്യൻ, ചന്ദ്രശേഖരൻ, സുരേഷ്, രാജൻ, ബാലകൃഷ്ണൻ, രജിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകൂലവും നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 5ാം ദിവസം പിന്നിട്ടു. നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിനത്തിലും മടിയൻകൂലവും നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവ സന്നിധിയിലെത്തുന്നത്. ഏപ്രിൽ 17 ആരംഭിച്ച മടിയൻകൂലവും ക്ഷേത്രപാലക ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ 6ാം ദിനത്തിൽ ഏപ്രിൽ 22 ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമവും തുടർന്ന് വിവിധ താന്ത്രിക കർമ്മങ്ങളും ഉച്ചയ്ക്ക് 12 മണിക്ക് കുറുന്തൂർ ഭജന സമിതിയുടെ ഭജനയും തുടർന്ന് അന്നപ്രസാദ വിതരണവും നടന്നു. വൈകിട്ട് മടിയൻ ശ്രീധരമാരാർ, പുല്ലൂർ മോഹനമാരാർ എന്നിവരുടെ ഇരട്ട തായമ്പക അരങ്ങേറി. തുടർന്ന് വൈകാരൂപേഷിന്റെ കഥകളിയും വൈകാലക്ഷ്മിയുടെ ഓട്ടം തുള്ളലും നടന്നു. രാത്രി 8 മണിക്ക് വെള്ളിക്കോത്ത് സുരാത്മിക ഭജൻസിന്റെ ഭജനയും 9 മണിക്ക് നോർത്ത് കോട്ടച്ചേരി നൃത്താഞ്ജലി നൃത്ത വിദ്യാലയത്തിന്റെ അരങ്ങേറ്റവും നൃത്യങ്ങളും നടന്നു. ഏപ്രിൽ 23 വ്യാഴാഴ്ച രാവിലെ 7:34 മുതൽ 9:39 വരെയുള്ള പുണർദം 2ാം കൂറിൽ ഇടവം രാശി മുഹൂർത്തത്തിൽ ദേവപ്രതിഷ്ഠാകർമ്മം നടക്കും. പിന്നീട് അനുബന്ധ കലശാഭിഷേക ചടങ്ങുകളും നടക്കും. തുടർന്ന് മടിയൻ നാരായണമാരാരും കേരളത്തിലെ പ്രഗത്ഭരായ 51 വാദ്യ കലാകാരന്മാരും അണിനിരക്കുന്ന അതിഗംഭീരമായ പ്രമാണത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും. 11 മണിക്ക് മടിയൻ നാരായണമാരാർക്ക് ക്ഷേത്രം തന്ത്രി ശ്രീധരൻ വാരിക്കാട്ട് തായർ പട്ടും വളയും ആചാരപേരും നൽകി ആദരിക്കും. തുടർന്ന് അനുമോദന സദസ്സ് നടക്കും. ക്ഷേത്ര നവീകരണ കമ്മിറ്റി ചെയർമാൻ K വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷത വഹിക്കും. വാദ്യരത്നം മടിക്കൈ ഉണ്ണികൃഷ്ണ മാരാർ നാരായണമാരാരെ പരിചയപ്പെടുത്തും. ഡോക്ടർ വാദ്യപ്രവീൺ ചെറുതാഴം കുഞ്ഞിരാമമാരാർ നാരായണമാരാരെ പൊന്നാട അണിയിക്കും. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ തോക്കാനം ഗോപാലൻ ഉപഹാര വിതരണം നടത്തും. ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ P ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത് കീർത്തി സമർപ്പണം നടത്തും. KV അശോകൻ, P വിജയൻ, AV പവിത്രൻ, രാജൻ പാലക്കി, രാജേഷ് തൃക്കണ്ണാട്, സുരേഷ് ചന്തയിൽ, റിജേഷ് മടിയൻ, A കൃഷ്ണൻ എന്നിവർ സംസാരിക്കും.
കൊട്ടില ഉണ്ണികൃഷ്ണ മാരാർ നീലേശ്വരം നന്ദിയർപ്പിച്ച് സംസാരിക്കും. തുടർന്ന് സ്വരാമൃത് നക്ടർ ഓഫ് മ്യൂസിക് നോട്ട്സ് ഭജന അവതരിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെരോത്ത് ശ്രീ പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ 24 മുതൽ മെയ് 1 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. 68 വർഷത്തിനു ശേഷം നെരോത്ത് പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യകാലത്ത് മൂലസ്ഥാനത്ത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ വാഴംകുളങ്ങര ദുർഗാഭഗവതിയും വെൺമഴുവിൽ പരശുരാമ സങ്കല്പവുമാണ് ഇവിടെയുണ്ടായിരുന്ന ആരാധന. പെരട്ടൂർ ഭഗവതി ക്ഷേത്രം, കുളങ്ങര ഭഗവതി ക്ഷേത്രം, മേക്കോടൂത്ത് ചാമുണ്ടി, തൃക്കണ്ണാടപ്പൻ, കേളൂത്ത് ചാമുണ്ടി, മടിയൻ ക്ഷേത്രപാലകനീശ്വരൻ, പള്ളിയറ, വിഷ്ണുമൂർത്തി തുടങ്ങി 7ഓളം ക്ഷേത്രങ്ങളും പള്ളിയറകളും തറകളുമാണ് 3 കോടിയോളം രൂപയുടെ ചിലവിൽ പുതുക്കി പണിതത്. തുളൂർ വനവാസിനി, മഞ്ഞടുക്കത്ത് ഭഗവതി, വേട്ടേക്കുരുമകൻ, വൈരജാതൻ, കാളരാത്രി, നടയിൽ ഭഗവതി, കുതിരക്കാളി, ചീർമ, മുളവന്നൂർ ഭഗവതി, പനയാലപ്പൻ, ശാസ്താവ്, മാഞ്ഞാളിയമ്മ, മുച്ചിലോട്ട് ഭഗവതി, വിഷ്ണുമൂർത്തി, കുളങ്ങര ദുർഗാഭഗവതി, നാഗരാജാവ്, നാഗകന്യക, തൂവക്കാളി, ഇരുവർ വീരന്മാർ, കാലിച്ചാൻ ദേവൻ, പടിഞ്ഞാർ ചാമുണ്ടി, ഗുളികൻ, ചക്കനാർ പോതി, കിഴക്കൻ ദൈവം, ചെറിയ ഗുരുതിക്കളം, വലിയ ഗുരുതിക്കളം മുതലായവ ദേവസംഗീതങ്ങൾ ഉൾപ്പെടുന്ന പുണ്യഭൂമിയാണ് നെരോത്ത് ശ്രീ പെരട്ടൂർ കോവിലകം ഭഗവതി ക്ഷേത്രം. ഇവിടെയാണ് ഏപ്രിൽ 24 മുതൽ മെയ് 1 വരെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം നടക്കുന്നത്. നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലശാട്ട് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും ഈ ഉപസമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കലശാട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കരിമ്പി കൃഷ്ണൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, അതുപോലെ കലശാട്ട് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ, അതുപോലെ നെരോത്ത് പെരട്ടൂർ കൂലോം ദേവസ്വത്തിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ശശിധരൻ PV അവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്, അതുപോലെ കലശാട്ട് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ശ്രീ കൊട്ടോടി ഗോവിന്ദ മാസ്റ്റർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് അംഗങ്ങളായിട്ടുള്ള നിതിൻ അട്ടകണ്ണ പരിപാടികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ചെയർമാൻ ശ്രീ വിദ്രാജ് പെരട്ടൂർ ഏതാനും മിനിറ്റുകളോട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1958 ശേഷം 68 വർഷങ്ങൾക്ക് ശേഷമാണ് നെരോത്ത് പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്രത്തിന്റെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത്. അപ്പോൾ 58 നടന്നത്. ഏതാണ്ട് ഏപ്രിൽ 24 മുതൽ മെയ് 1 തീയതി വരെയാണ് കലശാട്ട് പരിപാടികൾ നെരോത്ത് നടക്കുന്നത്. അതിലെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നെരോത്ത് സംബന്ധിച്ചിടത്തോളം കാഞ്ഞങ്ങാട്ടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാ കാലത്തും നമുക്ക് ഒരുപാട് പിന്തുണ നൽകിയിട്ടുണ്ട്. 24 ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ഷേത്ര ദേവസ്വം കമ്മിറ്റി, പ്രാദേശിക നെരോത്ത് ആഘോഷ കമ്മിറ്റി, മാതൃസമിതി, വിവിധ ക്ഷേത്ര കഴകങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ കലവറ നിരക്കൽ ഘോഷയാത്ര നടക്കും. നമ്പ്യാർ കൊച്ചി ക്ഷേത്ര കമാനത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് പെരട്ടൂർ കൂലോത്ത് സമാപിക്കും. വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആലമ്പാടി പടിഞ്ഞാറ്റയിൽ പത്മനാഭ പട്ടേരി, എടനീർമഠം സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ എന്നിവരെ പൂർണ്ണകുംഭത്തോടുകൂടിയുള്ള ആചാര്യ വരവേൽപ്പ്. 6 സമൂഹ പ്രാർത്ഥന, തുടർന്ന് ആചാര്യവരണം. 7 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. 25 രാവിലെ 5 മണി മുതൽ ഗണപതി ഹോമം, വിവിധ പൂജാതി കർമ്മങ്ങൾ. വൈകിട്ട് 5 മണിക്ക് മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കഴകം അവതരിപ്പിക്കുന്ന പൂരക്കളി. 6:30 മുതൽ തിരുവാതിര, കൈകൊട്ടിക്കളി, മംഗലം കളി. രാത്രി 8:30 കൂക്കൽ രാഘവൻ ടീം അവതരിപ്പിക്കുന്ന നാടകം മഞ്ഞു പെയ്യുന്ന മനസ്സ്. 26 വൈകിട്ട് 6 മണി മുതൽ സിനിമാറ്റിക് ഡാൻസ്, നെരോത്ത് കുടുംബാംഗങ്ങളുടെ നാടൻ പാട്ട്. 27 വൈകിട്ട് 3 മണിക്ക് കുടുംബ സംഗമം, കുടുംബത്തിലെ സംഗീതം എന്ന വിഷയത്തിൽ ബാലചന്ദ്രൻ കൊട്ടോടി ക്ലാസ് എടുക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കമ്മിറ്റി ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ, ജനറൽ കൺവീനർ PV ശശിധരൻ, വൈസ് ചെയർമാൻമാരായ ഗോവിന്ദൻ മാസ്റ്റർ കൊട്ടോടി, പ്രൊഫസർ P രഘുനാഥ്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബിന്ദുരാജ്, കൺവീനർ മിഥുൻ നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ വൈക്കത്ത് മുത്തപ്പൻ മടപ്പുര പുനഃപ്രതിഷ്ഠ തിരുവപ്പന മഹോത്സവം ഏപ്രിൽ 23 മുതൽ 27 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ.
പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് മുന്നോടിയായി ഏപ്രിൽ 23 രാവിലെ 5 മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് തുടക്കമാവുക. രാവിലെ 7:30 9:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് കണ്ണൂർ സനിൽ മടയൻ നേതൃത്വം നൽകുന്നത്. തുടർന്ന് പായസ വിതരണം നടക്കും. രാത്രി 7:30 കൃഷ്ണകുമാർ പള്ളിയത്ത് ശ്രീ മുത്തപ്പൻ കഥാപ്രസംഗാവിഷ്കാരം അരങ്ങേറും. തുടർന്ന് കണ്ണൂർ ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 24 രാത്രി 7:30 വൈക്കത്ത് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ അരങ്ങേറും. മുത്തപ്പൻ മടപ്പുര പുനഃപ്രതിഷ്ഠാ നിരൂപണ മഹോത്സവം 12 വർഷങ്ങൾക്ക് ശേഷം നാളെ 23-ാം തീയതി മുതൽ 27 വരെ 5 ദിവസങ്ങളായി നടക്കുക. നാളെ രാവിലെ 7:33 ഉള്ള ശുഭമുഹൂർത്തത്തിൽ മുത്തപ്പൻ്റെ പുനഃപ്രതിഷ്ഠാ കർമ്മം നടക്കും. അതിനുശേഷം വൈകുന്നേരം ശ്രീ മുത്തപ്പൻ കഥാപ്രസംഗാവിഷ്കാരവും തുടർന്ന് കണ്ണൂർ ഫോക്ലാൻഡ് ബാൻഡിൻ്റെ കുയിലാട്ടം നാടൻ പാട്ടും 24 രാത്രി 7:30 വൈക്കത്തെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന മെഗാ നൃത്തസന്ധ്യ. 25 വൈകുന്നേരം 4 മണിക്ക് നടക്കാവിൽ നിന്നും വൈക്കത്തേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. രാത്രി 7:30 സിനിമാ പിന്നണി ഗായകൻ അഭിജിത്ത് കൊല്ലം നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ലൈവ് അരങ്ങേറും. 26 വൈകുന്നേരം 4 മണി മുതൽ വിവിധ കർമ്മങ്ങൾ നടക്കും. രാത്രി അന്നദാനവും ഒരുക്കും. ഏപ്രിൽ 27 പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തും. വാർത്താസമ്മേളനത്തിൽ വൈക്കത്ത് മുത്തപ്പൻ മടപ്പുര പ്രസിഡന്റ് പാവൂർ രമേശൻ, സെക്രട്ടറി വിത്തൻ രാജേഷ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുമേഷ് പാവൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒഴിഞ്ഞവളപ്പ് 50ാം വാർഷികാഘോഷം നടത്തി. അനുമോദന സദസ്സും ആദരവും സംഘടിപ്പിച്ചു. മലയാളി മനസ്സിൽ വർഗീയ വിദ്വേഷത്താൽ ചേരിതിരിവുണ്ടാക്കാനുള്ള ചില ശക്തികളുടെ ബോധപൂർവമായ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. ഒഴിഞ്ഞവളപ്പ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 50ാം വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘാടക സമിതി ചെയർമാൻ PK നിശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രതിഭാ ക്ലബ് പുറത്തിറക്കിയ സപ്ലിമെന്റ് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പ്രകാശനം ചെയ്തു. ശബരീശൻ A, N ബാലകൃഷ്ണൻ, ബാബുരാജ് CK, മുനിസിപ്പൽ കൗൺസിലർ P അബൂബക്കർ, രാജ്മോഹൻ നീലേശ്വരം, സുനിൽ OV, രാമചന്ദ്രൻ പുഞ്ചാവി, ശ്രീകാന്ത് CH, OV മോഹനൻ, അഖിൽ OV തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാകായിക സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങൾക്ക് പ്രതിഭ ഒഴിഞ്ഞവളപ്പ് 50ാം വാർഷികത്തോടനുബന്ധിച്ച് അനുമോദനം സംഘടിപ്പിച്ചു. അനുമോദന സദസ്സ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കേവലമായൊരു കൂട്ടായ്മയല്ല, മറിച്ചൊരു ആശയത്തിന്റെ പുറത്ത് ശക്തമായൊരു നിലപാടിന്റെ തറയിൽ നിന്നുകൊണ്ട് രൂപം കൊണ്ടതുകൊണ്ടാണ് ഒഴിഞ്ഞവളപ്പിലെ പ്രതിഭ അതിൻ്റെ ഗോൾഡൻ ജൂബിലി എത്തി നിൽക്കുന്നത്. ഈ ക്ലബ്ബ് രൂപീകരിച്ച വർഷം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 1976 എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നല്ല വർഷമല്ല. 1975 ജൂണിലാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടപ്പിലായത്. ആ അടിയന്തരാവസ്ഥയുടെ ഏറ്റവും ശക്തമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് 1976. അതുകൊണ്ട് കൂട്ടം ചേരുന്നതിനും വളരെ ജനാധിപത്യപരമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വിശാലമായ തലത്തിൽ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിനൊക്കെ വലിയ കൂച്ചുവിലങ്ങുകൾ ഉണ്ടായിരുന്ന കാലമാണ്. സുമേഷ് പുളിക്കാൽ അധ്യക്ഷത വഹിച്ചു. V സുകുമാരൻ, M രാജീവൻ, സുമിത വിജയരാജ്, രജീഷ് NV, സൗമ്യ ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഒഴിഞ്ഞവളപ്പിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച കലാസന്ധ്യ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അമ്പലത്തറ സ്നേഹവീടിന്റെ ഭാഗമായ വനിതാ സ്നേഹക്കൂട് ആതിഥ്യമരുളിയ വനിതാ വടംവലി മത്സരം പെൺകരുത്ത് വിളിച്ചോതുന്നതായി മാറി. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം ചെയ്തു.
അമ്പലത്തറ സ്നേഹവീടിന്റെ ഭാഗമായ വനിതാ സ്നേഹക്കൂട് ആതിഥ്യമരുളിയ വനിതാ വടംവലി മത്സരം പെൺകരുത്ത് വിളിച്ചോതുന്നതായി മാറി. പുല്ലൂർപ്പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ ഏറെ അഭിമാനത്തോടു കൂടിയിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ മകുടോദാഹരണമായിട്ടുള്ള സ്നേഹവീട് നടത്തുന്ന വടംവലി മത്സരമാണ് ഇവിടെ നടക്കുന്നത്. നാമോഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ചില യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ പകച്ചു പോകുന്ന നിമിഷങ്ങളിൽ അത്തരം സാഹചര്യങ്ങളെ നിസ്സഹായ അവസ്ഥയെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ട് സ്നേഹവീട്ടിനകത്തുള്ള നിരവധിയായിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ അത്തരം യാഥാർത്ഥ്യങ്ങളിൽ പകച്ചു പോകുമ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേഹവീട് നടത്തുന്ന ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം. സംഘാടക സമിതി ചെയർമാൻ P. അപ്പക്കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. കോടോമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP വന്ദന, മെമ്പർമാരായ C. കൃഷ്ണകുമാർ, K. സുനിത, സ്നേഹം പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ, ജനമൈത്രി പോലീസ് K. പ്രമോദ്, മുനീസ അമ്പലത്തറ, ജയകുമാർ ചുണ്ണംകുളം എന്നിവർ സംസാരിച്ചു. കൺവീനർ മനോജ് അമ്പലത്തറ സ്വാഗതവും സ്നേഹക്കൂട് പ്രസിഡന്റ് P. പത്മാവതി നന്ദിയും പറഞ്ഞു. ബാലകൃഷ്ണൻ മീങ്ങോത്ത്, ഷാജി പള്ളയിൽ, സരിജ ബാബു, MP ജമീല, രജീഷ് പറമ്പത്ത്, ചിത്ര റോയ്, പ്രീത കുമാർ, ശ്രീകല, സുജാത, സന്ധ്യ, ഉമാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വടംവലിയിൽ A+ മാർക്കറ്റിംഗ് പാറപ്പള്ളി 1ാം സ്ഥാനവും കരസ്ഥമാക്കി. 2ാം സ്ഥാനം തലശ്ശേരി ദേശാഭിമാനി കൊപ്രക്കളം നേടി. സിംഗിംഗ് ഫ്രണ്ട്സ് 3ാം സ്ഥാനവും EMS ബാങ്ക് റോഡ് ചീമേനി 4ാം സ്ഥാനവും കൈവശമാക്കി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാടിക്കാൽ നാരായണൻ, ആർട്ടിസ്റ്റ് വിനോദ് അമ്പലത്തറ, N. അമ്പാടി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരത്തിലെ പ്രധാന ഡോക്ടറായ പത്മനാഭൻ ഡോക്ടർക്ക് സ്നേഹവീടിന്റെ നേതൃത്വത്തിൽ ആദരവ് ഒരുക്കി. തന്റെ മുന്നിലെത്തുന്ന കുട്ടികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വൈദ്യശാസ്ത്ര രംഗത്തെ ഉന്നത വ്യക്തിത്വത്തിനുടമയാണ് ഡോക്ടർ AC പത്മനാഭൻ. സ്നേഹവീടിന്റെ നേതൃത്വത്തിലാണ് AC പത്മനാഭന് ആദരം നൽകിയത്. പത്മനാഭൻ ഡോക്ടറുടെ ജന്മദിനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്നേഹവീട്ടിലെ കുട്ടികൾക്ക് ഡോക്ടർ സച്ചിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഹെൽത്ത് ക്യാമ്പ് നടത്തി. മുനീസ അമ്പലത്തറ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ക്യാമ്പ് ഡോക്ടർ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സൺറൈസ് ഹോസ്പിറ്റലും കൂടി കമ്പൈൻഡ് ആയിട്ടൊരു ക്യാമ്പ് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ തോട്ട് ഇതൊരു നല്ലൊരു ഒക്കേഷനാണ്. ഞാൻ 2 കൊല്ലം മുമ്പേ ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ട് ഐ വാസ് ഇംപ്രസ്ഡ്, വെരി ഇംപ്രസ്ഡ് അബൌട്ട് ദ വേ ദേ വർ കണ്ടക്ടിങ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ തോട്ട് സംതിങ് വി ഷുഡ് ഡു സംതിങ് ഇന്നോവേറ്റീവ്. ഇത് IIT ഞാൻ കഴിഞ്ഞ ഈ ജനുവരിയിലാണ് IIT പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. അതിനുശേഷം ഐ തോട്ട് വി ഷുഡ് ഡു സംതിങ് ഫോർ ദ സ്നേഹവീട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വേണ്ടിയിട്ട്. ആസ് എ ബിഗിനിങ് ന്യൂറോ ഡൈവേഴ്സിറ്റി ഡിസോർഡർ, ഓട്ടിസം അതിൻ്റെ ഭാഗമാണ്. അതിനെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു. അപ്പം ഫസ്റ്റായിട്ട് ഇനീഷ്യലി on the occasion of I thought like celebrating my father's 84th birthday, we'll start with initially a medical camp. Then further on, we should combine my IAP activities with Snehavid. സ്നേഹം പാലിയേറ്റീവ് രക്ഷാധികാരി V. മാധവൻ നായർ, ഡോക്ടർ പ്രവീൺ K. അറോറ, ഡോക്ടർ TV പത്മനാഭൻ, ഡോക്ടർ സച്ചിൻ പത്മനാഭൻ, C. കൃഷ്ണകുമാർ, P. അപ്പക്കുഞ്ഞി, മാധവി കാനം, KP കൃഷ്ണൻ, പുരുഷോത്തമൻ ഗുരുപുരം എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് K. പീതാംബരൻ സ്വാഗതവും അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഡോക്ടർ സച്ചിൻ പത്മനാഭൻ, ഡോക്ടർ TV പത്മനാഭൻ എന്നിവർ ക്യാമ്പിൽ കുട്ടികളുടെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൂട് കൂടിയതോടെ ആശങ്ക ഉയർത്തി പകർച്ചവ്യാധികൾ പടരുന്നു. ചിക്കൻ പോക്സ്, ചെങ്കണ്ണ, ചർമ്മ ജലജന്യ രോഗങ്ങൾ തുടങ്ങിയവയാണ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നത്. കാസർഗോഡ് ചെർക്കളയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ അബ്ദുള്ളയുടെ വീട് ആക്രമിച്ച് നശിപ്പിച്ച സംഭവം അത്യന്തം ഗൗരവകരവും അപലപനീയവുമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ. മോരും വെള്ളം വിറ്റ് സ്കൂൾ അവധിക്കാലം ആസ്വദിച്ച 7ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സൂഫിയാൻ. വേനൽ കടുത്തതോടെ
ദാഹിച്ചു വലഞ്ഞെത്തുന്നവർക്ക് ദാഹമകറ്റാൻ ബളാംതോട് പെട്രോൾ പമ്പിന് സമീപമാണ് 7ാം ക്ലാസ്സുകാരന്റെ മോരും വെള്ളം വിൽപ്പന. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു. INTUC ജില്ലാ നേതൃത്വ സംഗമം നടന്നു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിലായിരുന്നു നേതൃത്വ സംഗമം നടന്നത്. സംഘഗ്രാമം അരയി കബഡി ഫെസ്റ്റ് 2026 അരയി കാർത്തികയിൽ വെച്ച് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന കൗൺസിൽ അംഗം കോവൽ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. മടിയൻകൂലവും നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 5ാം ദിവസം വിവിധ പരിപാടികൾ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിനത്തിലും മടിയൻകുലം ക്ഷേത്രപാലകൻ ഈശ്വര ക്ഷേത്രത്തിലെത്തുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.